ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു KS മെന്റർ. അപ്പൊ ഇന്ന് നമ്മള് സിലബസ് ഡീകോഡ് ചെയ്യുന്ന ഒരു സെഷനിലേക്കാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് പേപ്പർ 2 വാസ് സർപ്രൈസിങ്. കുറെ ആസ്പെക്ട്സിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മൊഡ്യൂൾസ് ഉണ്ട്, ലൈക്ക് തീരെ വിചാരിക്കാത്ത മൊഡ്യൂൾസ് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് അൺഎക്സ്പെക്ടഡ് ആയിട്ട് PSC എക്സ്ക്ലൂസീവായി എൻവയോൺമെന്റിന് ഒരു മൊഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എൻവയോൺമെന്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്നിവിടെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പ്രൈമർലി ഇതായിരുന്നു സിലബസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഇതെല്ലാം ചേർന്ന് ഈ മൊഡ്യൂൾ 7 10 മാർക്കിനാണ്, അതായത് എൻവയോൺമെന്റ് എന്നുള്ള സെഷൻ 10 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഫോറസ്റ്റ് ഡെസേർട്ട് ഇക്കോസിസ്റ്റം, പൊല്യൂഷൻ, അതേപോലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്, ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെ പല മൊഡ്യൂൾസ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് ബ്ലോക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഐഡിയലി നമ്മൾ ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെ നമുക്കിത് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രൈമറിലി നമുക്ക് ഇതിനെ ഇത്രയും മൊഡ്യൂൾ ആയിട്ട് തിരിക്കാം ഫോർ ഈസിനെസ് ഓഫ് സ്റ്റഡിങ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇക്കോസിസ്റ്റം എന്നുള്ള വെരി ഫണ്ടമെന്റൽ മൊഡ്യൂൾ ആണുള്ളത്. ഇതിൽ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇക്കോസിസ്റ്റം രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാ? ബയോഡൈവേഴ്സിറ്റി. കാരണം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ഇസ് പൊല്യൂഷൻ. പൊല്യൂഷന്റെ ഒരു ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ, നമ്മളെല്ലാവരും ഫെമിലിയർ ആണ് പൊല്യൂഷനെ കുറിച്ച്, അല്ലെ? കുറെ അധികം കാലമായിട്ട് പഠിക്കുന്നത്. അപ്പൊ പൊല്യൂഷൻ എന്തൊക്കെ ആസ്പെക്ട്സ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഗ്ലോബൽ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ദിസ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റുമായി റിലേറ്റ് ചെയ്ത് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് അത്തരത്തിലുള്ള ആസ്പെക്ട്സ്. പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ഇത് സിലബസിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ ഉള്ള ഒരു കറന്റ് സിനാരിയോയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ എൻവയോൺമെന്റൽ ലോസ് എന്തൊക്കെയാണ്, പിന്നെ എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, അതായത് ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്, എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്, അതൊക്കെ ഏതിലാണ് വരിക? നമ്മുടെ എൻവയോൺമെന്റ് മാനേജ്മെന്റിന്റെ അകത്താണ് വരിക. അപ്പൊ നമുക്ക് ഈ ഓരോ മൊഡ്യൂളും എന്തൊക്കെ രീതിയിൽ നമ്മൾ ഡീകോഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഇക്കോസിസ്റ്റം. അപ്പൊ ഇക്കോസിസ്റ്റം എന്ന മൊഡ്യൂളിൽ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മളൊരു 4 ആസ്പെക്ട്സിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ഇതിന്റെ സ്ട്രക്ചർ ഉണ്ട്. അതായത് ഇപ്പോ എന്തൊക്കെ ചേർന്നിട്ടാണ് ഇക്കോസിസ്റ്റം ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസേഴ്സ്, ഓക്കെ, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, അതായത് ഇപ്പൊ പ്ലാന്റ്സ്, ഭക്ഷണം ഉണ്ടാക്കുന്നവര്, കൺസ്യൂം ചെയ്യുന്നവര്, പിന്നെ എന്താണ് ഇതൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന ഡീക്കേയിങ് ഓർഗാനിസംസ്, അതെല്ലാം ഉണ്ട്. അതേപോലെ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ, ലൈക്ക് ഇപ്പോ സൾഫർ സൈക്കിൾ ഉണ്ട്, കാർബൺ സൈക്കിൾ ഉണ്ട്, വാട്ടർ സൈക്കിൾ ഉണ്ട്, അങ്ങനെയുള്ള സൈക്കിൾസിന്റെ ആസ്പെക്ട്സ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ടൈപ്സ് ഉണ്ട്, എന്താണ് എത്ര ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റംസ് ഉണ്ട്, പല പല ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ടെറസ്ട്രിയൽ ആണെങ്കിൽ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, ഡെസേർട്ട് ഇക്കോസിസ്റ്റം, അക്വാട്ടിക്കൽ ആണെങ്കിൽ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം, മറൈൻ ഇക്കോസിസ്റ്റം, ബിക്കോസ് ഫ്രഷ് വാട്ടറിൽ ഉള്ളത് പോലെ ആയിരിക്കില്ല മറൈനിൽ. അപ്പൊ ഇത്തരത്തില് ഇക്കോസിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഫണ്ടമെന്റലി ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. അതായത് ആരൊക്കെ ഇക്കോസിസ്റ്റത്തിലുണ്ട്, അവരെന്തൊക്കെ റോളുകൾ ചെയ്യുന്നു. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഹാബിറ്റാറ്റിന്റെ ചെറിയ മൊഡ്യൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ റോൾ എന്താ, നീഷ്, ഇക്കോളജിക്കൽ നീഷ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു പോകും. പിന്നെ ഇക്കോളജിക്കൽ സക്സഷൻ, അതായത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ഇത്തരത്തിലുള്ള ക്ലൈമാക്സ് സക്സഷൻ, അതായത് ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അതെങ്ങനെ അടുത്ത ലെവലിലേക്കായി, ആൻഡ് ഫൈനലി എങ്ങനെയാണ് ഏറ്റവും ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ പ്രൊമനന്റ് ആയിട്ട് ഉണ്ടായത്, ഇങ്ങനെ സക്സഷൻ തിയറീസ് എവിടെ പഠിക്കാനുണ്ട്. ഈ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. പിന്നെ ഈ പ്രധാനമായിട്ടും ഇക്കോസിസ്റ്റത്തിൽ ഹ്യൂമൻസ് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ പ്രൈമറിലി നമുക്കറിയാം ഡിഫോറസ്റ്റേഷൻ, അർബനൈസേഷൻ, പൊല്യൂഷൻ, കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ 3 പ്രോബ്ലംസിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് എന്ത് പ്രൈമറിലി നമ്മൾ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗത്ത് നോക്കാൻ. ഇത് ഫണ്ടമെന്റൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ തറവായിട്ട് അറിഞ്ഞിരിക്കാം. ഇക്കോസിസ്റ്റം എന്താണ്, ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം എന്താണ്, അതിലെ കീ റോൾസ് പ്ലേ ചെയ്യുന്നത് ആരാണ്, കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്സഷൻ, പ്രൈമറി സെക്സഷൻ, അങ്ങനെയുള്ള തിയറീസും കൂടെ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടി വരാം. ഇനി അടുത്ത മൊഡ്യൂൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയിലാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ട് ഒരു വലിയ മൊഡ്യൂൾ ആണ് സത്യം പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി എന്നുള്ളൊരു ഭാഗം. അപ്പൊ ഇവിടെ നമുക്ക് പൊതുവിൽ എക്സാമിന് ആവശ്യമായിട്ട് വരുന്നത്
പ്രൈമറിലി നോക്കുവാണെങ്കിൽ ഡൈവേഴ്സിറ്റി പല ടൈപ്പിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പൊ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇപ്പൊ നേരത്തെ നമ്മൾ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി നോക്കുവാണെങ്കിൽ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ഉണ്ട്, മറൈൻ ഇക്കോസിസ്റ്റം ഉണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പൊ സ്പീഷീസ് ആണെങ്കിൽ പല ടൈപ്പിലെ സ്പീഷീസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ടൈപ്സ് ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റി നോക്കുക. പിന്നെ ഈ ബയോഡൈവേഴ്സിറ്റിക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ത്രെറ്റ്. ഇപ്പൊ എന്താ പറയാ, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ സ്പീഷീസ്, എൻഡേഞ്ചേർഡ് ആയി പോയ സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ത്രെറ്റ് എന്തൊക്കെയാണ്, ബയോഡൈവേഴ്സിറ്റിക്ക് പ്രധാനമായ തെറ്റുകൾ എന്തൊക്കെയാണ്, ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസേർവ് ചെയ്യാം, കൺസേർവേഷനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാ, ഇൻസിറ്റു എക്സിറ്റു എന്ന് പറഞ്ഞ് നമ്മൾ തിരിക്കാറുണ്ട്. ഇൻസിറ്റു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചിട്ട് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് പിന്നീട് കേസ് മെന്റർ ചാനലിൽ വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് സിലബസ് ഡീകോഡ് ചെയ്ത് തരാം. അപ്പൊ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, നാഷണൽ പാർക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ബാക്കി എക്സിറ്റു, സൂ പോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ എക്സിറ്റുവിൽ വരും. പിന്നെ ഇന്റർനാഷണലി ഇതിനെടുക്കുന്ന എഫേർട്സ് എന്തൊക്കെയാണ്, അത്രയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് നമ്മൾ നോക്കി വെക്കുക. ഇപ്പോ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗം, നമ്മുടെ ആൻഡമാന്റെ ഭാഗം, അതൊക്കെ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗം. അപ്പൊ ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് നോക്കി വെച്ചേക്കുക. ഈ ഒരു ആസ്പെക്റ്റിലാണ് എന്ത് പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റിങ്ക്റ്റ് ആയ ആനിമൽസ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും കൂടെ എവിടെ നോക്കേണ്ടി വരും, ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടി വരും. ഇനി അടുത്തത് എല്ലാവർക്കും അറിയുന്ന മൊഡ്യൂളാണ് പൊല്യൂഷൻ. പൊല്യൂഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. എത്ര ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട്? ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ പ്രധാനമായിട്ട് ഇത്രയും പൊല്യൂഷൻസ് പറഞ്ഞിട്ടില്ല. വാട്ടർ, സോയിൽ, എയർ ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബാക്കി പൊല്യൂഷനും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കും. ഇപ്പൊ മറൈൻ പൊല്യൂഷൻ ഒക്കെ എന്തായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പൊല്യൂഷൻസും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഫണ്ടമെന്റലി ഇതെല്ലാം കോസ് ചെയ്യുന്ന സോഴ്സസിന് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഇത് ഇമ്പാക്ട് ചെയ്യുന്ന ഓർഗാനിസം അല്ലെങ്കിൽ അത് കാരണമുണ്ടായ ഗ്ലോബൽ എന്തെങ്കിലും ഫിനോമിന അങ്ങനെയുള്ള കാര്യമൊക്കെ ന്യൂസിൽ വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചെടുത്തു വെക്കുക. അല്ലാത്ത പക്ഷത്തിൽ എന്താണ് ടൈപ്സ്, ഇത് കോസ് ചെയ്യുന്നത് ആരാണ്, ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ട് എന്താണ്. ഇപ്പൊ വാട്ടർ പൊല്യൂഷൻ ആവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക, ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഫ്ലൂറൈഡ് ആണ് കൂടുന്നതെങ്കിൽ ടീത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, അത്തരത്തിലുള്ള അങ്ങനത്തെ ആസ്പെക്ട്സ്, അതായത് കണ്ടാമിനൻസ് ഓഫ് എന്താ പറയാ വാട്ടർ പൊല്യൂഷൻ. നമ്മുടെ സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടാമിനൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോ പൊല്യൂഷനും അത് കോസ് ചെയ്യുന്ന ഏജൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. പിന്നെ ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ്, പോളിസീസ്, ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. പിന്നെ ഗ്ലോബൽ എഗ്രിമെന്റ്സ് ന്യൂസിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ പാരീസ് എഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ, അതേപോലെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ഒക്കെ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടാണ് എന്ത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അതെന്താണ് വരുതിയിൽ നിർത്താനും വേണ്ടി പല മെഷേഴ്സും ആക്ഷൻ പ്ലാൻസും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതൊക്കെ കറണ്ട് അഫയേഴ്സിനും കൂടെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുക. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും CBDയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫറൻസസ് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സിലബസ് നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഇതിൽ കറണ്ട് അഫെയർ ഇല്ല എന്നല്ല. ഫണ്ടമെന്റലി എൻവയോൺമെന്റിന്റെ ഭാഗത്ത് എന്തുണ്ട്, കറണ്ട് അഫയേഴ്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ലോസ്, അതേപോലെ പൊല്യൂഷൻ, കണ്ടാമിനൻസ്, ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിനനുസരിച്ച് എപ്പോഴും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ ആണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കേണ്ട ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ മേജർ ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് നോക്കുക. അപ്പൊ വൈൽഡ്നസ് മൂവ്മെന്റ് ഉണ്ട്, കൺസർവേഷൻ മൂവ്മെന്റ് ഉണ്ട്, ഗ്ലോബൽ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഉണ്ട്, അങ്ങനെയുള്ള മൂവ്മെന്റ്സ് നോക്കുക. പിന്നെ ഓർഗനൈസേഷൻസ് പ്രധാനമായിട്ടും ഇപ്പൊ ഗ്രീൻ പീസ്, WWF, അതേപോലെ സ്വേഡ ക്ലബ്, ഇതൊക്കെ എന്താണ് പ്രൈമർലി വേൾഡ് ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെ സിഗ്നിഫിക്കന്റ് ഈവെന്റ്സ്, ഇപ്പൊ എർത്ത് ഡേ, നമ്മളെല്ലാവരും എർത്ത് ഡേയിൽ വൈകിട്ട് ലൈറ്റ് എല്ലാവരും ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 1 മണിക്കൂറൊക്കെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് ആചരിക്കാറില്ലേ, എർത്ത് ഡേ. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നിങ്ങൾ നോക്കി വെക്കുക. ക്ലീൻ എയർ ആക്ട് ഡേ, ക്ലീൻ വാട്ടർ ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. പിന്നെ എൻവയോൺമെന്റൽ ജസ്റ്റിസിനെ കുറിച്ചും ഇപ്പോൾ ഉള്ള കറണ്ട് ട്രെൻഡ്സ് എന്താണെന്നുള്ള കാര്യവും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കറണ്ട് അഫെയർ ആസ്പെക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് അറിയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് നിങ്ങൾ നോക്കുക. ഞാൻ കുറച്ച് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇതിലും കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ട്. ചിപ്കോ മൂവ്മെന്റ്, സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ബിഷ്ണോയ് മൂവ്മെന്റ്, അപ്പിക്കോ മൂവ്മെന്റ്, കോർമില്ല മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്ന്
അതാ ഈ ഒരു പിക്ചറൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഈ മൂവ്മെന്റ്സും നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇതിലുള്ള അതേപോലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇന്ത്യയിൽ വേറെ ഏതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഏതെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ, കേരളത്തിന് ഫോക്കസ് ഉള്ള മൂവ്മെന്റ് ഉണ്ടോ, ഇത് നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് നോട്ട് ചെയ്യണം. അടുത്തത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു മൊഡ്യൂളാണ് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ ലോസും പോളിസീസും ഒക്കെ വരും അല്ലെ. ഇപ്പൊ നമ്മൾ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട്, ഫോറസ്റ്റ് ആക്ട്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ലെജിസ്ലേഷൻസും പോളിസീസും കീ ആക്ട്, ഇപ്പൊ പാരീസ് എഗ്രിമെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഉണ്ട്, അതേപോലെ റെഗുലേഷൻസ് എന്താ ക്ലീൻ എയർ ആക്ട്, വാട്ടർ പൊല്യൂഷൻ ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ റിസോഴ്സ് മാനേജ്മെന്റ്, ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പോലെ തന്നെയാണ് എന്ത്, നമുക്കുള്ള റിസോഴ്സസ് എൻവയോൺമെന്റിനെ ഹനിക്കാതെ ആ റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി വൈസ് യൂസേജ് എന്നുള്ള രീതിയിലും, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും എവിടെ വരും, ഇതൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ട് പറയും. പിന്നെ നമ്മുടെ ഈ പ്രൊട്ടക്ഷന്റെ ഭാഗം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അങ്ങനെയുള്ള കാര്യം പെർട്ടിക്കുലർ ആയിട്ട് എവിടെ വരണം, ഈ ഭാഗത്ത് വരണം. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ടെങ്കിൽ അത് നോക്കി വെക്കുക. അതേപോലെ ഈ പ്രൊട്ടക്ഷന്റെ ഭാഗത്ത് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു സാധനമാണ് റിവേഴ്സ് ഓഫ് കേരള എന്നൊരു ഭാഗം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കേരളത്തിലെ നദികളും അത് പ്രൊട്ടക്ഷന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ആസ്പെക്ട്സിലും, അതേപോലെ ഇവരെ ഈ നദികളെ കൺസേർവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഇതിൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഓർത്ത് വെക്കാൻ എളുപ്പം. റിവേഴ്സ് ഓഫ് കേരള പക്കായിട്ട് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ കൺസർവേഷൻ എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് ഇവിടെ ചേർത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, അതേപോലെ പ്രൊട്ടക്ഷന്റെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പോൾ വേസ്റ്റ് വലിയൊരു പ്രശ്നമാണല്ലോ, വേസ്റ്റ് എവിടെ നോക്കിയാലും വേസ്റ്റ് ആണ്, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പണ്ടല്ല കഴിഞ്ഞ വർഷം ബ്രഹ്മപുരത്ത്, കാക്കനാട് വേസ്റ്റ് മുഴുവൻ കത്തി എന്തെല്ലാം ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ്, അതേപോലെ ഹസാഡസ് വേസ്റ്റ് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് കളയണം, അപ്പൊ അതിന് ആക്ട് ഉണ്ടോ, ഹസാഡസ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ആസ്പെക്ട്സിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ആണ് എവിടെ നമ്മൾ നോക്കേണ്ടത്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു മൊഡ്യൂളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഗ്ലോബൽ ഇഷ്യൂസ് ആണ്. ഗ്ലോബൽ ഇഷ്യൂസ് കുറെ എണ്ണം ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് കൺഫൈൻഡ് ടു ദാറ്റ്, ബാക്കിയുള്ളതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, ഓഷ്യൻ എസിഡിഫിക്കേഷൻ, ഓവർ പോപ്പുലേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ സ്കാർസിറ്റി, എനർജി ക്രൈസിസ്, ഇത്രയും കാര്യങ്ങൾ പൊതുവിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എന്താണ് ഗ്ലോബൽ ഇഷ്യൂസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, അതേപോലെ ഓഷ്യൻ എസിഡിഫിക്കേഷൻ, ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. ഈ ഓഷ്യൻ എസിഡിഫിക്കേഷന്റെ കൂട്ടത്തിൽ നമ്മുടെ കോറൽ റീഫ് ഒക്കെ എന്തായാലും കയറി വരും. കോറൽ റീഫ് പോകുന്നത് അല്ലെങ്കിൽ കോറൽ റീഫ് ഡിസ്ട്രോയ് ആവുന്നത്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ക്ലൈമറ്റ് ചേഞ്ച് എപ്പോഴും നമ്മുടെ ചർച്ചയിലുള്ള കാര്യമാണ്. അപ്പൊ അതിന് അഗൻസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇന്ത്യയുടെ കൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇന്ത്യ ഓരോ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നുണ്ടോ, ഇന്ത്യ എത്രയാണ് ഇപ്പൊ കാർബൺ എമിഷൻസിൽ ഇന്ത്യ എത്രയാണ് സൈൻ ചെയ്തിരിക്കുന്നത്, ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ എവിടെ വരും, ഈ ഒരു ഗ്ലോബൽ ഇഷ്യൂസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. നിങ്ങളിപ്പോ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ പേപ്പറിലൊക്കെ ന്യൂസ് വരാറുണ്ട്, EIA ചെയ്തു, അങ്ങനെ റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ കോടതികൾ റിജക്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പേര് പോലെ തന്നെ ഏതെങ്കിലും വലിയ പ്രൊജക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഈ പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവാൻ പോകുന്ന എന്താ പറയാ ദോഷവശങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, EIA അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും EIA പ്രോസസ്സുകൾ പഠിക്കും. എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്നത്. ഇപ്പം സ്കോപ്പിംഗ് ഉണ്ട്, അതിന് കുറെ ഇതുണ്ട്, സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്ട് അസസ്മെന്റ്, അതേപോലെ ബേസ് പ്ലാൻ മാനേജ്മെന്റ്, അങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അതുപോലെ ഇതിന്റെ പോളിസീസ് എന്തൊക്കെയാ, ലെജിസ്ലേഷൻസ് പോളിസീസ് എന്തൊക്കെയാണ്, അത് ഇനി ഇമ്പാക്ട് പ്രഡിക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇന്ന പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത, ഇപ്പൊ ഒരു സ്ഥലത്ത് ഡാം നമ്മൾ
കെട്ടുവാന്ന് വിചാരിച്ചോ. അപ്പൊ ഡാം കെട്ടുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം പോയി നമ്മൾ ഡാം കെട്ടുമല്ല. ആദ്യം എന്താണ് ആ സ്ഥലത്ത് ഡാം വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട് എന്താ, അത് എന്തൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്സ് വെച്ച് അനലൈസ് ചെയ്യും, എന്നിട്ട് ആ ഇമ്പാക്ട് നമ്മൾ അസസ് ചെയ്യും, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫൈനൽ ആയിട്ട് ആ പ്രൊജക്ട് മുമ്പോട്ട് പോവുള്ളൂ. സോ ഇതിനെ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എന്തില്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നമ്മൾ എല്ലാവരും ആസ് എ സിറ്റിസൺ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ് എന്ത്, എൻവയോൺമെന്റൽ ലോസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് പറഞ്ഞും പഠിച്ചും ഇപ്പോൾ PSCക്ക് ആണെങ്കിൽ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ മേജർ എൻവയോൺമെന്റൽ ലോസ് ആയിട്ടുള്ള കാര്യം നോക്കുക. ഇപ്പൊ എയർ ആക്ട് ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ആക്ട് ഉണ്ട്. അതേപോലെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, എൻവയോൺമെന്റൽ എഗ്രിമെന്റ്സ് ഇപ്പൊ എന്തൊക്കെയാ, പാരീസ് എഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ, CBD കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതുപോലെ മൊൺട്രിയൽ പ്രോട്ടോകോൾ, അങ്ങനെ ഇഷ്ടംപോലെ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കിഗാലി എഗ്രിമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ റെഗുലേറ്ററി ഏജൻസീസ് ആരൊക്കെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഉണ്ട്, EPAs ഉണ്ട്. അതേപോലെ നാഷണൽ ഓഷ്യനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ലോസ് എന്താണ്, എയർ പൊല്യൂഷൻ ആക്ട് ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ആക്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ അതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. വേസ്റ്റ് മാനേജ്മെന്റിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റും വേസ്റ്റ് റെഗുലേഷൻസും. ഇത് വേസ്റ്റ് റെഗുലേഷൻസിലൊക്കെ എപ്പോഴും അപ്ഡേഷൻസ് വരാറുണ്ട്. അപ്പൊ അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ലെജിസ്ലേഷൻസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പോളിസി, പറഞ്ഞ പോലെ ഇന്ത്യ ഏതെങ്കിലും എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതിലെങ്കിലും പിൻവാങ്ങിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്ക ഈ പല എഗ്രിമെന്റ്സിൽ നിന്ന് ഇറങ്ങി വരാറുണ്ട്. അപ്പൊ അതുപോലെ ഇന്ത്യ ഏതെങ്കിലും എഗ്രിമെന്റ്സിന് സൈൻ ചെയ്യുന്നുണ്ടോ, ഇന്ത്യ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള പെർട്ടിക്കുലർ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ എൻവയോൺമെന്റൽ ലോസിൽ മേജർ ആയിട്ടുള്ള ലോസും പിന്നെ അതിനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ പൊല്യൂഷനിലാണെങ്കിൽ എയർ പൊല്യൂഷൻ ആക്ട് അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ആക്ട്, അതേ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട്, അതേപോലെ എന്താണ് നമ്മൾ പറയുക വേസ്റ്റ് റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എൻവയോൺമെന്റൽ ലോസിന്റെ ഭാഗത്ത് നോക്കുക. അതിന് എൻവയോൺമെന്റ് ഇൻ ദ സെൻസിൽ എന്തൊക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഇതൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെക്കുക. ഇതിന്റെയൊക്കെ ഫണ്ടമെന്റൽ ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതിയാവും. ഇപ്പൊ ഏതാണ്, ഏത് വർഷമാണ് വന്നത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ മാത്രം നമുക്ക് പഠിച്ചു വെച്ചാൽ മതിയാവും. അടുത്ത നിങ്ങളുടെ സിലബസിൽ ലാസ്റ്റ് ഗ്രീൻ ഓഡിറ്റിംഗ്, എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് എന്നൊക്കെ കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി എൻവയോൺമെന്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഗ്രീൻ ഓഡിറ്റിംഗും എൻവയോൺമെന്റൽ ഓഡിറ്റിംഗും എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ ഓർഗനൈസേഷൻസ് എത്രത്തോളം ഈ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഈ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് അഥവാ നമ്മൾ ഗ്രീൻ ഓഡിറ്റിംഗ് എടുത്തു പറയുന്നത്. അപ്പൊ അതിന്റെ ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കുക, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എത്ര ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ ഓഡിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക, ഓഡിറ്റ് പ്രോസസ് എങ്ങനെയാണ് പോകുന്നത്, അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഓക്കെ, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റിങ്ങിന് ഒക്കെ നമ്മൾ അപ്രൂവൽ കൊടുക്കുന്നത്, അതുപോലെ റിസ്ക് അസസ്മെന്റിനുള്ള പ്രോസസ് എന്താണ്, പിന്നെ ഈ എത്തിക്സ് ഇൻ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്, അതൊക്കെ ഇതിന്റെ കൂടെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടും ഒന്ന് നിങ്ങൾ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഗ്രീൻ ഓഡിറ്റിംഗ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താ, പ്രോസസ് എന്താ, പിന്നെ എന്ത് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, പിന്നെ അതിന്റെ റിസ്ക് അസസ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ മുൻപോട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് എന്തിൽ ചെയ്യേണ്ടത്, നമ്മുടെ എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റിൽ ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ വൈൻഡപ്പ് ചെയ്ത് പറയാം. നമ്മൾ എക്കോസിസ്റ്റത്തിന്റെ മൊഡ്യൂൾ നോക്കണം, ബയോഡൈവേഴ്സിറ്റി, ഇത് രണ്ടും എങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ പൊല്യൂഷന്റെ മൊഡ്യൂൾ ഉണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ എൻവയോൺമെന്റൽ ലോസ് എങ്ങനെയൊക്കെയാണ്, പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ഇത്രയും മൊഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഈസി ആയിട്ട് പഠിച്ചാൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു എൻവയോൺമെന്റ് മൊഡ്യൂൾ. ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി കറണ്ട് അഫയറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പൊ KS Mintal ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, പ്രിലിംസ് കം മെയിൻസ് ആണ്. അപ്പൊ പ്രിലിംസും മെയിൻസിനും നമ്മൾ ഫോക്കസ് കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് നല്ല പേപ്പർ 2 ഡിഫറെന്റ് എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഈസി ആയിട്ട് കവർ
കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വി വിൽ ഗെറ്റ് ബാക്ക് ടു യു. അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു വാക്ക് ടു എസ്. നമ്മുടെ ഓഫീസ് കവടിയാറാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എൻവയോൺമെന്റ് മൊഡ്യൂൾ പോലെ വേറൊരു മൊഡ്യൂൾ ഡീകോഡ് ചെയ്യുന്നതായിട്ട് പിന്നീട് ഒരു ദിവസം കാണാം. ടിൽ ദെൻ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.